ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരു ഹെൽത്ത് ടിപ്പ്, അതായത് ഒരു ഇൻസ്റ്റൻറ്റ് റിലീഫ് കിട്ടുന്ന ഒരു ഹെൽത്ത് ടിപ്പ് പറയാമെന്ന് വിചാരിച്ചു. മരുന്നുകളോ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ടിപ്പ്. ആക്ച്വലി ഇപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞവർ, ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞവർ, അല്ലെങ്കിൽ കുറച്ച് പ്രായം ആയവർക്ക് ഒക്കെ പൊതുവെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് ബാക്ക് പെയിൻ എന്നുള്ളത്. അപ്പം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കിന് ഒരു പോസ്റ്റ് കെയറിനകത്തും ഈ ഒരു സംഭവം ചെയ്യാറുണ്ട്. അതായത് പുറത്തുനിന്ന് ആളുകൾ വന്ന് നമുക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു കെയറിൻ്റെ കൂടെ ചെയ്യുന്നതാണ് ഈ ചൂടുവെള്ളത്തിൽ നമുക്ക് ബാക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് എനിക്ക് ആക്ച്വലി എൻ്റെ മമ്മിയായിരുന്നു ചെയ്തത് കേട്ടോ. മമ്മിക്ക് അറിയത്തില്ല, മമ്മി യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കണ്ടൊക്കെയാണ് എനിക്ക് ചെയ്തത്. പക്ഷേ എനിക്ക് ഒരുപാട് റിഫ്ലക്റ്റ് ആയായിരുന്നു അത്, കാരണം എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഒരുപാട് ഉണ്ടായില്ലായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ബാക്ക് പെയിൻസിനും അത് ആക്ച്വലി ഒരുപാട് യൂസ് ആവും. ബിക്കോസ് ഞാൻ എങ്ങനെ യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഷവർ ഉണ്ടല്ലോ, ഷവറിൽ കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഷവറിൽ ചൂടുവെള്ളം, അതായത് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന അത്രയും ചൂടുവെള്ളം വരുന്ന പോലെ ആക്കിയിട്ട് മാക്സിമം നമ്മൾ ഈ കഴുത്തേലോട്ട് ചൂടുവെള്ളം വീഴുന്ന പോലെ ആദ്യം ഒഴിക്കുക, ആദ്യം നിൽക്കുക, പിന്നെ പതുക്കെ ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ട്, നമുക്ക് ആക്ച്വലി പെയിൻ അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് കഴുത്തിൽ നിന്ന് തുടങ്ങി നമുക്ക് ഈ ഷോൾഡർ ഇവിടുന്ന് ഇങ്ങോട്ട് ഷവറിൽ വെള്ളം ഇങ്ങനെ കിട്ടുന്ന പോലെ നീങ്ങി നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ സ്പൈനിൽ മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് കിട്ടുന്ന വരെ മാക്സിമം താഴെ വരാൻ നേരത്ത് കുറച്ച് നേരം നിൽക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു റിലീഫ് നമുക്ക് കിട്ടും. ഈ പറയുന്ന പോലെ മരുന്നോ ബാമോ അതൊക്കെ യൂസ് ചെയ്താലും കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം, ഈ ചൂടുവെള്ളത്തിൽ നമ്മുടെ ബാക്ക് പെയിന് മാറ്റുക എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് റിലീഫാണ് കേട്ടോ. പിന്നെ അത് വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, അപ്പോഴത്തേക്കും ഒരു റിലീഫ് നമുക്ക് കിട്ടാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ തന്നെ ചെയ്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണിത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ബാക്ക് പെയിൻ അല്ല, നമുക്ക് പ്രത്യേകിച്ച് വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളല്ലേ, കുറച്ച് പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ബാക്ക് പെയിൻ, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ, അഥവാ നമുക്ക് ഷവറിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ടാണെന്നില്ല ഞാൻ ഈ പറയുന്ന രീതിയിൽ ആദ്യമേ ഈ നെക്കിലോട്ട് ഒഴിക്കുക, നെക്കിൽ നിന്ന് പിന്നെ ഷോൾഡർ ഇങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ പതുക്കെ ബാക്ക് ഫുള്ള് താഴെ വരെ കിട്ടുന്ന പോലെ നിങ്ങൾ ഒഴിച്ച് ഒന്ന് കുളിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിലീഫ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിലീഫ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ചൂടെന്ന് പറയുമ്പോൾ പൊള്ളുന്ന ചൂടാകരുത് കേട്ടോ, പിന്നെ പൊള്ളിപ്പോയ കാര്യം എന്നോട് പറയരുത്. അതുകൊണ്ട് ഈ ചൂട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റും എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ചൂടേ കൊള്ളിക്കാവുള്ളൂ കേട്ടോ. കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മമ്മിക്ക് എപ്പോഴും വഴക്കായിരുന്നു. മമ്മി പറയും നല്ല ചൂടുവെള്ളത്തിൽ ഇത് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ബോഡിയൊക്കെ നമുക്ക് റീഗെയിൻ ആയി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ. സത്യമായിരിക്കും, പഴയ കാലത്ത് അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പം അത് എഫക്റ്റീവ് ആയിട്ടായിരിക്കും എനിക്ക് ഈ പറയുന്ന പോലെ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരു റിലീഫ് കിട്ടാറുള്ളത്. അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്തു. എനിക്കറിയത്തില്ല കേട്ടോ, ഇത് വിമന് മാത്രം വർക്ക് ആകുന്നതാണോ അതോ ആണുങ്ങൾക്കും വർക്ക് ആകുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതൊരു ആരോടും പറഞ്ഞ് ട്രൈ ചെയ്യിപ്പിച്ചിട്ടില്ല. ബട്ട് ദിസ് തിങ് റിയലി വർക്ക്സ് ഫോർ മീ. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരുപാട് ബാക്ക് പെയിനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളവർക്കൊക്കെ മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബാക്ക് പെയിൻ കാണുള്ളൂ. എന്തെങ്കിലും പണിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ബാക്ക് പെയിൻ ഉണ്ടാകും, നല്ല ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടുവെള്ളം നെക്കിൽ നിന്ന് ഷോൾഡേഴ്സിലോട്ട് പോയിട്ട് ഷോൾഡേഴ്സിൽ നിന്ന് താഴെ സ്പൈനിലോട്ട് വീഴുന്ന പോലെ താഴെ വരുമ്പോഴത്തേക്ക് കുറച്ച് നേരം നിങ്ങൾ ഒഴിച്ച് ഇതുപോലെ കുറേ നേരം താഴോട്ട് ഒഴിക്കണം. അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റിലീഫ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നി തുടങ്ങും. പിന്നെ ഒന്ന് ഫ്രഷും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് തോന്നും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് ചൂടുവെള്ളം ഒഴിച്ച് ആരും പറയരുത്, ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് പൊള്ളി അങ്ങനൊന്നും പറയരുത്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചൂട് മാത്രം, എന്നാൽ ലൂക്ക് വാം വാട്ടറും ആകാൻ പാടില്ല കേട്ടോ. ഒരു പറ്റുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് നിങ്ങൾ ബാക്കിൽ ഈ പറയുന്ന പോലെ ആ ഒരു സ്പൈനിൻ്റെ രീതി, ഷോൾഡർ ടു സ്പൈൻ ആ ഒരു മൂവ്മെൻറ്റിൽ നിങ്ങൾ ഒഴിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിലീഫ് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.